ഒരു മതപരമായ ഒരു അറിവ് കിട്ടുന്നത് കൊല്ലത്തിൽ ഒരു ദിവസമാണ്. കൊല്ലത്തിൽ ഒരു ദിവസം ഇവിടെ നടക്കുന്ന പാതിര വയലുകൾ. അപ്പം ആ സമയത്ത് കിട്ടുന്ന ഒരറിവ് മാത്രമേ ഉള്ളൂ. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഉമ്മമാര്, ഉമ്മാമ്മമാര്, 3 തലമുറയിൽപ്പെട്ട ആളുകൾ ഒരേ സമയം അലിഫും ബാവും പഠിക്കാൻ വേണ്ടി 3 മാസം കഴിഞ്ഞേരം അവിടെ മാത്സിൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ തയ്യാറാക്കി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഖാലിഖ് ഭായ് വന്ന്, അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്കുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു അത്ഭുതപ്പെട്ട്, എന്നെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി തരും, ഞാൻ എന്ത് ചെയ്യട്ടെ, ഇത് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും കാണിച്ചു. നമ്മുടെ സ്ഥാപനം ത്വയ്ബ ഗാർഡൻ ഒരു വ്യാഴവട്ടക്കാലം പിന്നിട്ട് കഴിഞ്ഞ ജൂലൈ 12 നമ്മുടെ സ്ഥാപനത്തിൻ്റെ 13ാമത്തെ വാർഷികമായിരുന്നു. ഒന്നുമില്ലാത്തൊരു തരിശു ഭൂമിയിൽ നിന്നാണ് നമ്മുടെ സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളായി, ഓഫ് ക്യാമ്പസുകളായി, യത്തീംഖാന, സ്കൂളുകൾ, 1000ഓളം മക്തബുകൾ നിലവിലിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നൊരു സമയത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നായിരിക്കും ഉസ്താദ് ഒരു പക്ഷേ ഈ സ്ഥാപനം നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് കയറി വരുന്നത്. ആ ഒരു സമയത്ത് ഇവിടുത്തെ അവസ്ഥകളും അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം സുഹൈർ ഉസ്താദിൻ്റെ ഫേസ്ബുക്കിൽ ഉസ്താദ് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടു. 2012 ജൂലൈ 10 നമ്മുടെ ത്വയ്ബയുടെ ശിലാസ്ഥാപനം വന്ധ്യരായ ഷെയ്ഖുന ഉസ്താദും ഹക്കീം ഉസ്താദും അതേപോലത്തെ ഈ നാട്ടിലെ പൗരപ്രമുഖരായ നേതാക്കന്മാരും വലിയ ആലിമീങ്ങളൊക്കെ പങ്കെടുത്ത വലിയൊരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ത്വയ്ബയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് 12 വിദ്യാർത്ഥികളുമായിട്ടാണ് ഉസ്താദ് ഈ ഒരു സ്ഥാപനം, അന്ന് 3 ക്ലാസ് റൂമുകൾ മാത്രമാണ് നമുക്ക് ത്വയ്ബയുടെ സ്ഥാപനം എന്ന് പറയാൻ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഉസ്താദ് കഴിഞ്ഞ ദിവസം ഉസ്താദിൻ്റെ അനുഭവം നമ്മളുമായി പങ്കുവച്ചു. ആ ഒരു സദസ്സിൽ ഷെയ്ഖുന നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഒരു ഫ്ലെക്സ്, അപ്പോൾ അതിൽ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടപ്പോൾ ഈ നാട്ടുകാരായ ആളുകൾ അവർക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം അവരങ്ങനെയുള്ളൊരു കെട്ടിടം അതുവരെ കണ്ടിട്ടില്ല. ഫോട്ടോത്തിൽ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നല്ലാതെ ജീവിതത്തിൽ അവർ നേരിട്ട് അങ്ങനെ ഒരു സ്ഥാപനം കാണാത്തവരായിരുന്നു ആ സമയത്ത് അവിടെ കൂടിയിരുന്നവരിലധികവും. അതുകൊണ്ട് തന്നെ പലരും വളരെ അത്ഭുതത്തോടെ ഇതൊക്കെ ഇവിടെ നടക്കുമോ എന്നുള്ളൊരു സംശയത്തോടെ ആയിരുന്നു അതിനെ നോക്കിക്കണ്ടിരുന്നത് എന്ന് ഉസ്താദ് നമ്മോട് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു അനുഭവം പങ്കുവച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഈ നാട്ടിലെ ഒരു അഭ്യസ്ത വിദ്യനായ ഒരാൾ അബ്ദുൽ ഖാലിഖ് ഭായ്, ഖാലിഖ് ദ എഴുത്തിലും അദ്ദേഹം, അതെ, മൂപ്പര് ആ സമയം മുതൽ ഇന്ന് രാവിലെയും നമ്മുടെ ഓഫീസിൽ വന്നു. ത്വയ്ബയിലെ വിശേഷങ്ങൾ, പുതിയ അപ്ഡേഷൻ എന്തൊക്കെ, അങ്ങനെ മൂപ്പര് ആ സമയം മുതൽ ത്വയ്ബയിലെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാറ്റങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന അപൂർവ മനുഷ്യരിൽ പെട്ട ഒരാളാണ്. അപ്പോൾ അന്ന് ഹക്കീം ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം, ഉസ്താദിൻ്റെ ഒരു ശൈലിയിൽ ഉസ്താദ് ആ സദസ്സിൽ, ആ ഒരു ചെറിയ ഒരു 3 ക്ലാസ് റൂമുകളുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം അവിടുന്ന് അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു, ഞങ്ങളിവിടെ മർക്കസിൻ്റെ ദേശീയ വിദ്യാഭ്യാസ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെയും ഞങ്ങൾ KG മുതൽ PG വരെയുള്ള പഠന സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഖാലിഖ് ഭായ് ഇപ്പോഴും പറയും, ഏട്ടാ അമാർ മൂനെ ബോഷില, ഇതെൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിലാണത്. ആ ഒരു വാക്ക്, അതെ, ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. ഉസ്താദിൻ്റെ ഒരൊറ്റ വാക്ക് കൊണ്ടാണ് ഞാൻ ത്വയ്ബയോട് എനിക്ക് ഇത്രയും ഇഷ്ടം വരാനുള്ള കാരണം എന്നിപ്പോഴും ഖാലിഖ് ഭായ് പറയും. അൽഹംദുലില്ലാഹ് ഇപ്പം നമുക്ക് നമ്മുടെ അടുത്ത വർഷങ്ങൾ നമ്മളെ PG ക്യാമ്പസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു സ്വപ്നം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യം കൂടി ആകുമായിരുന്നു എന്ന്
മൂപ്പരത് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു. അവിടുന്ന് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജനുവരിയിലാണ് തൊയ്ബയിലേക്ക് വരുന്നത്. അപ്പോൾ സുഹൈർ ഉസ്താദ് എന്നെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞത്, നമുക്ക് ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. എനിക്കൊന്നും അറിയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ബംഗാളിൽ വന്നിട്ടില്ല. നമ്മൾ ഡൽഹി ആ ഭാഗത്തേക്കാണ്, നമ്മൾ കോഴിക്കോട് നിന്ന് വലതു ഭാഗത്തേക്കാണ് കൂടുതലും പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ഇടതു ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ഇവിടെ സ്ഥാപനമുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് മാത്സ് അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ ഒരാൾ വേണം, അതേപോലെ തന്നെ ഇവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നുള്ള ഇത് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്നെ വിളിക്കുന്നത്. അപ്പം ഓക്കെ, ഞാൻ റെഡിയാണ്. അപ്പോൾ മാത്സ് നമുക്കൊരു താല്പര്യമുള്ള വിഷയമാണ്, അപ്പം കുട്ടികൾക്ക് മാത്സ് ഒക്കെ എടുക്കാമല്ലോ എന്നുള്ള ഇതിൽ. അപ്പം എൻ്റെ സങ്കല്പത്തിൽ ഒരു സ്കൂൾ, മാത്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്കൂളായിരിക്കും. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ, വലിയ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഇതിലാണ് റൂറൽ ഡെവലപ്മെന്റിലൊക്കെ ഫീജ് ഒക്കെ എടുത്ത് ആ ഒരു കോൺഫിഡൻസിൽ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഗല്ലികളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ചിത്രമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എത്തിയ സമയത്താണ് നമ്മൾ ഡൽഹിയുടെ മുഖമല്ല ബംഗാളിന് എന്ന്. കാരണം ഇവിടെ വിശാലമായി പരന്നു കിടക്കുന്ന പാടങ്ങൾ. അപ്പോൾ വീടുകൾ നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ പാടം വരുമ്പോഴത്തൊന്നും നമുക്ക് വീടുകൾ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ വീടുകളൊക്കെ വേറൊരു ഭാഗത്ത്, ആളുകൾ കൂട്ടമായിട്ട് താമസിക്കുന്നു, കൃഷിയിടങ്ങൾ മറ്റൊരു സ്ഥലത്ത്. അപ്പോൾ അതേപോലെ ആ സമയത്തൊക്കെ കൂടുതലും സൈക്കിളാണ് ഇവിടെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ സൈക്കിള്, അതേപോലെ തന്നെ കാളവണ്ടി. അപ്പോൾ ഇപ്പോഴാണ് ഈ ടോട്ടോ അതേപോലെ തന്നെ ബൈക്കൊക്കെ ഒരു 5-6 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷങ്ങൾക്ക് അപ്പുറം അവർ കൂടുതലും സൈക്കിളിലാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ വരികയാണെങ്കിൽ കൂടുതലും ആളുകൾ ദൂരെ നിന്ന് 5-6 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് സൈക്കിളിൽ യാത്ര ചെയ്ത് ഇപ്പോഴും ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കൊൽക്കത്തയിൽ എത്തി. അപ്പോൾ ആ സമയത്ത് തന്നെ ഉസ്താദ്, നമ്മളൊരു പുതിയ ആളായതുകൊണ്ട് കൊൽക്കത്തയിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇതാക്കുന്നത്, ഉസ്താദ് 2008 മുതൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു 4 വർഷത്തെ ഒരു ഉസ്താദിൻ്റെ ഒരു യാത്ര കൊണ്ട് ഉസ്താദ് നേടിയെടുത്തൊരു സ്വാധീനം അതെന്നെ ഒരു വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ കൊൽക്കത്തയിൽ എത്തുമ്പോഴേക്കും എന്നെ സ്വീകരിക്കാൻ അവിടെയുള്ള ആളുകൾ, എനിക്ക് പരിചയമില്ലാത്ത, എനിക്ക് അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മെ അവിടെ സ്വീകരിക്കാൻ വരുന്നു. അങ്ങനെ കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മാൾഡെത്തുമ്പോൾ അവിടെയും ഇവിടുത്തുകാരായ ആളുകൾ സുഹൈർ ഉസ്താദ് ആത്മി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്വീകരിക്കുന്നു. അവിടെ നിന്ന് അവർ തന്നെ കാറ് വിളിച്ച് നമ്മളെ തൊയ്ബയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അത്രയും സുസജ്ജരായ ഒരുപാട് ആളുകൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഉസ്താദ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഉസ്താദിൻ്റെ ഒരു നേതൃ ഗുണമായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. നമ്മുടെ സ്ഥാപന ആദ്യഘട്ടത്തിൽ നമ്മൾ ഇവിടെ ആയിരുന്നോ തുടങ്ങിയിരുന്നത്? നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ ജനുവരിയിൽ ഞാനിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കുട്ടികൾ, ഒരു 20 കുട്ടികളോ 25 കുട്ടികളോ ആ സമയത്ത് ഇവിടെ ഉണ്ട് പഠിക്കുന്ന. അപ്പോൾ ഞാൻ ആ സമയത്ത് നമുക്ക് ഭാഷ അറിയില്ല, പുതിയ ഭാഷയാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ പഠിച്ച കുറച്ച് ഉറുദു, ആ ഒരു ഉറുദു ഭാഷയായിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആ ഭാഷക്ക് പ്രത്യേക റോളൊന്നും ഇല്ല. നമ്മൾ ഇവിടെ തന്നെ നാട്ടുകാരായ ആളുകൾ, ആ സമയത്ത് നാട്ടുകാരായ ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നമ്മളായിട്ട് വരുന്നത്. നമ്മുടെ ഈ ഹാലിക് ഭായ് മൂപ്പര്, ആ സമയത്തും മൂപ്പര് കുറച്ച് ഇവിടെ 10ാം ക്ലാസ് പാസ്സായ ഒരാളാണ് ആദ്യകാലത്ത് തന്നെ. മൂപ്പര് കുറച്ചൊക്കെ ഹിന്ദി അറിയാം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മൂപ്പരായിട്ട് സംസാരിച്ചിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ അവര് തനി നാടൻ ബംഗ്ല ആണ് അവരെ ഭാഷ. ഈ ഖാലിഖ് ഭായ് ഈ സമയത്ത് നമ്മോട് വളരെ അടുപ്പം കാണിച്ച ഒരാളായിരുന്നു. അതെ അതെ. പക്ഷെ ഈ ബാക്കി നാട്ടുകാര് ഇവിടെ പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ വരുന്നു, അതുപോലെ സ്കൂൾ തുടങ്ങുന്നു, ആ ഒരു സിസ്റ്റത്തെ വളരെ സപ്പോർട്ടീവ് ആയിട്ടായിരുന്നോ നോക്കി കണ്ടത് ആദ്യ തുടക്കത്തില്? നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് അല്ല. അതായത് നമ്മളൊരു പുതിയ ആളുകള്, ഒരു പുതിയ സിസ്റ്റം. അപ്പോൾ ബംഗാളികളുടെ ഒരു കൾച്ചർ വെച്ച് ഒരു പുതിയ സിസ്റ്റത്തിനെ സ്വീകരിക്കാൻ അവർക്ക് കുറച്ച് ടൈം എടുക്കും.
ആ, ഉം. ആ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ട് നേരെ പുസ്തകം കൊടുത്ത് നിങ്ങൾ വായിക്കി പഠിക്കി എന്ന് പറഞ്ഞതല്ല. ആ, ആ. അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് ആരെയും കിട്ടുകയില്ല, നമുക്ക് അങ്ങനെ സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല. ഉം, ഉം, അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ട് അവിടുത്തെ ഏറ്റവും അത്യാവശ്യമായ അവരെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അവർക്ക് എന്താണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന് ഉം, നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അത് ഉസ്താദിൻ്റെ സംസാരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഉസ്താദ് 2008 വന്നിട്ടുണ്ടല്ലോ, ഉം. പക്ഷെ 2012 സ്ഥാപനം തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു 4 വർഷക്കാലം ഉസ്താദ് ഗ്രൗണ്ട് ലെവലിലുള്ള ആ വർക്കിലായിരുന്നു. അതെ. അപ്പോൾ ആ 4 വർഷം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ, അപ്പോൾ ആ 4 വർഷം ഉസ്താദിൻ്റെ നിരന്തരമായ യാത്രകൾ, അപ്പോൾ ആ യാത്രയിൽ ഉസ്താദ് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സുസ്ഥിര വികസിത സമൂഹത്തിനെ ആ, വാർത്തെടുക്കാൻ, അപ്പോൾ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ആ, എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്ഥാപനം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് 2012 ഈ സ്ഥാപനം തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് ഉസ്താദ് ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ, അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ പ്രധാന ആ സമയത്തുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. ആ, അപ്പോൾ ആ സമയത്ത് ഈ ഭാഗങ്ങളിലൊക്കെ ഉസ്താദ് എന്താണ് കുടിവെള്ള പദ്ധതികൾ മർക്കസുമായിട്ട് സഹകരിച്ചിട്ട് ആ. ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവൃത്തി പരിചയം കൂടെ എന്താണ് ഉസ്താദ് ഇവിടെ എത്തിപ്പെടാൻ ഉണ്ടായിരുന്നു. കുറച്ച് പേര് അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ പറയണ്ടായി, ആ ഇപ്പൊ പണ്ട് മുമ്പേ പരിചയമുള്ള ആരോ ആ കണ്ടപ്പോ പറഞ്ഞു നിങ്ങളെ സ്ഥാപനം വന്നതിന്റെ ശേഷമാണ് ആ നമുക്ക് കുടിവെള്ളം കിട്ടിയെന്നുള്ളത്. ആ അതായത് ഇപ്പോ നമ്മുടെ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ഉം. റോഡ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉം. അപ്ഡേറ്റഡ് ആയിരുന്നു, അതോ നമ്മൾ വന്ന ശേഷമാണോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്? നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഈ റോഡ് ഉണ്ടല്ലോ, നമ്മുടെ സ്ഥാപനത്തിന് മുന്നിലുള്ള റോഡ്, അത് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം എന്തായിരുന്നില്ല, ഉം, ഉം. നമുക്ക് സ്മൂത്തായിട്ടുള്ള ഒരു യാത്ര ഇതായിരുന്നില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് നാട്ടുകാരായ ആൾക്കാർ പറയുന്നത് കേട്ടത്, ഈ ഒരു ഏരിയയിൽ കൂടെ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ പേടിച്ചിരുന്നു. കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കള്ളന്മാർ, അതേപോലെ തന്നെ യാത്രക്കാരായ ആളുകളെ ആ, എന്താണ് കൊള്ളയടിക്കുന്ന കൊള്ളസംഘങ്ങളൊക്കെ ആ, താവളം അടിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. ആ, ഇവിടെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഇവിടെ ആ ഇന്റേൺഷിപ്പിന് ആ വന്ന സമയത്ത് അതെ. അപ്പോൾ ആ കണ്ടിട്ടുണ്ടായിരുന്നു. സമയത്ത് ഈ ഒരു ഏരിയ ഫുൾ മരങ്ങളാണ്. ആ, അപ്പോൾ കാട്, പെട്ടെന്ന് ഒരാൾ ഒളിച്ചു നിന്നാലൊന്നും കാണാത്ത, ആ, അത് നമുക്ക് പഴയ ഫോട്ടോകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ ഇപ്പോൾ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, നിങ്ങൾ എവിടെ നിന്നാണ്, നമ്മൾ തപ്പൻ മാജികണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നിങ്ങൾ എങ്ങനെ എത്തി, അവിടെ ആ. ഭയങ്കര കള്ളന്മാരെ ശല്യമായിരുന്നല്ലോ. അതെ, അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ വലിയ വലിയ ജമീന്ദാറായ ആളുകൾ, ഇവിടുത്തെ പൈസക്കാരായ ആൾക്കാരെ വീട്ടിലൊക്കെ നമുക്ക് വലിയ തോക്കുകൾ കാണാൻ കഴിയും, നാടൻ തോക്ക്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഭാഗങ്ങളിൽ കള്ളന്മാരുടെ ശല്യം ഉള്ളത് കൊണ്ട് ആ സമയത്ത് ഗവൺമെൻറ് അവർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. ഈ ജിയോഗ്രഫിക്കലി നമ്മുടെ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശ് അതിർത്തിയാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് അത്രയും ദൂരെ മറ്റൊരു രാജ്യത്തിനോടുള്ള അതിർത്തിക്ക് എത്തിയിട്ടാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നത്. അപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം അന്ന് നമ്മൾ മാൾഡയിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് ഒരു 100 കിലോമീറ്റർ ബസ്, ആ സമയം തന്നെ 8 മണി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ബസ് കിട്ടൂല. അപ്പോൾ അവിടെ നിന്ന് ടാക്സി, ആരെങ്കിലും ഈ ഹിലി ബോർഡറിലേക്ക്, ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോകുന്ന വണ്ടിക്കാർ, അവർ നമ്മൾ എന്താണ് ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുക. അപ്പം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. പക്ഷേങ്കിൽ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ ബംഗാളിൻ്റെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ബംഗ്ലാദേശ് ബോർഡറാണല്ലോ. ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞല്ലോ 10 കിലോമീറ്റർ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലൊക്കെ ബംഗ്ലാദേശാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ആ ഒരു സമയത്ത്
ഇന്ത്യയിൽ നിന്ന് 5 മില്യൺ ആളുകൾ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ അവിടുന്ന് 3 മില്യൺ ആളുകൾ തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഭാഗങ്ങളിലുള്ള ആളുകളായിരുന്നു കൂടുതലും ബംഗ്ലാദേശിലേക്ക് പോയത്. അപ്പം ഈ ഭാഗങ്ങളിലുള്ള സമ്പന്നരായ, അതേപോലെ തന്നെ വിദ്യാസമ്പന്നരായ നല്ല നല്ല ആളുകളൊക്കെ ആ സമയത്ത് ബംഗ്ലാദേശിലേക്ക് കുടിയേറുകയും ബാക്കി വന്ന പാവങ്ങളായ, എല്ലാം കൊണ്ടും സോഷ്യോ എക്കണോമിക്കലി എല്ലാ മേഖലയിലും ബാക്ക്വേർഡായ ആളുകൾ ഇവിടെ ബാക്കിയായി. അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു തപ്പൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ മർക്കസിന്റെ ഒരു സ്ഥാപനം വരിക എന്നുള്ളത് അതൊരു നിമിത്തമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉസ്താദ് വരുമ്പോൾ ഒരു സിറ്റുവേഷൻസ് ഇതാണ്, വളരെ ദാരിദ്ര്യമുള്ള, പാവപ്പെട്ട, ഒന്നിനും കഴിയാത്ത ഒരു സമൂഹത്തിന് കഴിയാത്ത, അതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതാണ് പഠിക്കണം എന്ന് അറിയാത്ത, വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് എന്താണ് നേട്ടം. അപ്പോൾ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കുട്ടികൾ സ്ഥാപനത്തിലേക്ക് വരണം. കാരണം നമ്മൾ ഒരു സ്കൂളല്ലല്ലോ ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ്. അപ്പോൾ കാരണം ആ സ്ഥാപനത്തിലേക്ക് വന്നാൽ എന്താണ് കിട്ടുക, സ്ഥാപനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് കിട്ടും എന്നതാണ് അവർ ആദ്യം ചോദിക്കുക. എന്ന് കിട്ടും. അതേപോലെ തന്നെ കുട്ടികളെ നിങ്ങൾ സ്ഥാപനത്തിലേക്ക് അയക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യങ്ങൾ. കാരണം ഇവിടുത്തെ ഇതിപ്പോൾ ഏതാണ് മാസം? ജൂലൈ. അപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഇനി 3 മാസം കഴിഞ്ഞാൽ കൊയ്ത്തിന്റെ കാലമാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ വളരെ കുട്ടികളും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും കൊയ്ത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ക്യാഷ് കിട്ടുന്നതോടൊപ്പം തന്നെ മക്കൾക്കും ക്യാഷ് കിട്ടും. അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ അഡ്മിഷനുമായിട്ട് ഓരോ ഇവരുടെ ഇടയിലേക്ക് ചെല്ലുന്നത്. അപ്പം ആ മാതാപിതാക്കൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ഞങ്ങളെ കുട്ടിയെ പറഞ്ഞയച്ചാൽ നിങ്ങൾ എന്ത് കൊടുക്കും? ക്യാഷ് കൊടുക്കുമോ? അത് പഠിച്ചാൽ ക്യാഷ് കിട്ടുമോ എന്നുള്ളൊരു ചിന്ത. അത് ഇപ്പോഴും കഴിഞ്ഞ വർഷം ഞാൻ മാൾഡയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രചരണത്തിന് പോയ സമയത്ത് ഇതേ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ശൈലിയിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ സ്ഥാപനത്തിലേക്ക് അയക്കണം, അവിടെ നമ്മൾ കുറഞ്ഞ ഫീസാണ് വാങ്ങിക്കുന്നുള്ളൂ സ്കൂളുകളിൽ. അപ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല, മക്കൾ നിങ്ങളെ നോക്കിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പാരൻ്റ്, അവിടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചാണ്, എൻ്റെ മോനിപ്പോൾ അവിടെ ടവറിൻ്റെ പണിക്ക് പോകുന്നുണ്ട്, അപ്പം ഡെയിലി അവന് 500 രൂപ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഡെയിലി 500, അതായത് മാസത്തിൽ അവന് 15,000 രൂപ. ഇപ്പോൾ കുട്ടിക്ക് എത്ര 10-12 വയസ്സേ ഉള്ളൂ. അപ്പം നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ 3,000 രൂപ ഫീസ് തന്ന് ഞാൻ 3,000 അങ്ങോട്ട് തരുകയും വേണം, എന്നാലും എനിക്ക് നഷ്ടമാണല്ലോ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് പഠിപ്പിക്കാൻ വിട്ടിട്ട്. അതായത് നമ്മൾ അന്ന് 12 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ചോദ്യം, അതേ ചോദ്യങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പുരോഗതി എന്താണ്, ബെനിഫിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴും ഇവിടേക്ക് അതിന്റെ ഒരു അനുരണനം പോലും എത്തിയിട്ടില്ല. അല്ല, അത് കുറച്ച് ടൈം എടുക്കും. ആളുകൾ മാറി തുടങ്ങി. ഇപ്പൊ അന്ന് ചോദിച്ച ആളുകളുടെ മക്കളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ഇപ്പൊ നമ്മുടെ ഓഫ് ക്യാമ്പസുകളിലെ പ്രിൻസിപ്പൽമാരും വൈസ് പ്രിൻസിപ്പൽമാരും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ആയി മാറി അവര്. അപ്പൊ അതൊക്കെ ഒരു ത്വയ്ബ കൊണ്ടുവന്ന ഒരു പരിവർത്തനത്തിന്റെ ചെറിയ ചെറിയ ഒരു ഉദാഹരണങ്ങൾ മാത്രം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു മാറ്റം എന്നുള്ളത് സാധ്യമല്ലല്ലോ. അപ്പൊ അതിന് കുറെ ടൈം എടുക്കും. അന്ന് തുടങ്ങിയത് മുതൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ പറഞ്ഞു, അന്ന് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് 12 വിദ്യാർത്ഥികളായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ മദ്രസ സ്കൂൾ, അങ്ങനെ 2 സങ്കല്പമാണ്. അപ്പോൾ ഒരു വീട്ടിൽ നല്ല ഒരു പഠിക്കുന്ന കുട്ടിയാണ്, കുട്ടിക്ക് അത്യാവശ്യം നല്ല ബ്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ സ്കൂൾ സംവിധാനത്തിലേക്ക് പൂർണ്ണമായിട്ട് വിടുക. പഠിക്കാൻ വളരെ മോശമാണ്, അങ്ങനത്തെ കുട്ടികളെ ഏതെങ്കിലും മദ്രസയിലേക്ക് അയക്കുക. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉസ്താദുമാർ രാവിലെ 10 മണി വരെ അവിടെ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും.
അത് കഴിഞ്ഞ് ഉസ്താദുമാർ കളക്ഷന് പോകും. കുട്ടികൾ ചില സ്ഥലങ്ങൾക്ക് കുട്ടികളും കളക്ഷന് പോകേണ്ടി വരും. ഉം. അതായത് പ്രത്യേകിച്ചൊരു കുത്തൊഴിഞ്ഞ ജീവിതമാണ് ഇവിടുത്തെ ഒരു system മദ്രസകൾ. ഒരു ഇല്ലാത്ത സിസ്റ്റം ഇല്ല, ആ, സിസ്റ്റമാറ്റിക് അല്ല. അപ്പോൾ നമ്മളൊരു സിസ്റ്റം കൊണ്ടുവന്നു. ആ, അപ്പോൾ മദ്രസ പഠനത്തോടൊപ്പം അവർക്ക് സ്കൂളിലെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഉം, ഇതൊരു ഓൾക്കൊരു അത്ഭുതമായിരുന്നു. ഇതൊരു പുതിയ അനുഭവം, ഒരു പുതിയ കാഴ്ചയാണ്. ഉം, അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാനിങ്ങനെ അവിടെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്തു, 3 മാസം കഴിഞ്ഞേരം അവിടെ മാത്സിൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ തയ്യാറാക്കി. ഉം, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഖാലിഖ് ഭായ് വന്ന്, അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്കുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു അത്ഭുതപ്പെട്ട്, എന്നെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി തരും, ഞാൻ എന്ത് ചെയ്യട്ടെ, ഇത് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഇപ്പോൾ അന്നേരം തന്നെ അതിൻ്റെ 2-3 കോപ്പിയൊക്കെ എടുത്തുനിന്ന് വാങ്ങിയിട്ട് അത് അങ്ങാടിയിൽ എല്ലാവർക്കും, അവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവിടെ സ്കൂളിൽ ഇത് ഹോങ്കോങ് മാത്സ് പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ന്യൂസായി മാറി ഇവിടെ. അപ്പോൾ ആ ഒരു ന്യൂസ് പോയത് കൊണ്ട് തന്നെ എന്താണ്, പിറ്റേന്ന് നമ്മൾ അഡ്മിഷൻ സമയത്ത് നമുക്ക് കുറേ കുട്ടികളെ സ്ഥാപനത്തിലേക്ക് വരാൻ അതൊരു കാരണമാവുകയും ചെയ്തു. അതെ. അപ്പോൾ അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റി നമുക്ക് മൂപ്പരിലൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പതിയെ പതിയെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇബ്രാഹിം ഉസ്താദ് വന്നു, അലി ഉസ്താദ് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഗ്രാമങ്ങളിലേക്കൊക്കെ ഒന്നുകൂടി ഇറങ്ങി ചെന്നു. അവിടെ ഭാഷകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ നമ്മൾ കുറച്ചുകൂടെ നമ്മളായിട്ട് എന്ത് ചെയ്യും, മിങ്കിളാവാൻ തുടങ്ങി. പിന്നെ കുട്ടികളിലൂടെ, നമ്മൾ കുട്ടികളുടെ പാരൻസിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഒരു 50-60 കുട്ടികൾ വരെ നമുക്ക് 2ാമത്തെ വർഷം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് 3 ക്ലാസ് റൂം എന്നുള്ളത്, പിന്നെ നമ്മളൊരു ഓഫീസും അവിടെ ഉണ്ടാക്കി. അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ 3 ക്ലാസ് റൂമുകളൂടെ അവർ 2ാമത്തെ വർഷം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പള്ളി നമ്മളെ ചൊമ്നീത്തെ പള്ളിയായിരിക്കും അല്ലേ? അല്ല, ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കിയ പള്ളി അതായിരിക്കും. ബംഗാളിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പള്ളി അതല്ല. നമ്മളാദ്യം, അതായത് നമ്മളിവിടെ വന്ന് ഉണ്ടാക്കിയ ഫസ്റ്റ് പള്ളി, നമ്മളിവിടെ എത്തിപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ പള്ളി, അവിടെ ഒരു നാട്ടുകാർ മുമ്പ് നടത്തിയിരുന്ന ഒരു മദ്രസയും അതിന് ആ ഭാഗത്ത് ആ കുട്ടികൾക്കും അതേപോലെ തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്കും നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളിയായിരുന്നു. അപ്പോൾ ആ പള്ളി നമ്മൾ ഏറ്റെടുത്തു. അതിൻ്റെ പണി, അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്താണ് ഈ നാട്ടുകാർ ഉസ്താദിനോട് ഈ ഒരു സ്ഥാപനം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ഏറ്റെടുത്ത സ്ഥാപനമാണ് ഇപ്പോൾ നിലവിലെ ദേവാ കോളേജായിട്ട് അന്ന് അതൊരു 3 ക്ലാസ് റൂമുകൾ, അതും ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വാർപ്പിട്ടു. അപ്പോൾ പിന്നെ അത് തേച്ച് അതിൻ്റെ തേപ്പ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഓഫീസ് ഉണ്ടാക്കി. അങ്ങനെ ഓഫീസ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഓഫീസിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം ആണ് ഈ ജൂലൈ 2012 ഷെയ്ഖുന വന്ന് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ സ്കൂളിന് തറക്കല്ലിടുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ ഈ ഒരു 3 മുറികൾ മാത്രമുള്ള മദ്രസ്, ഒരു പള്ളി, അതെ, പിന്നെ കുറച്ച് കുട്ടികളുടെ സ്കൂള്, അത്ര മാത്രമേ നമുക്ക്. ഫസ്റ്റ് ആ 3 ക്ലാസ് റൂം, 12 വിദ്യാർത്ഥികൾ. പിന്നെ അവിടുന്ന് ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് 60 വിദ്യാർത്ഥികളായി. പിന്നെ അങ്ങനെ ക്രമേണ ഓരോ വർഷങ്ങൾ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വന്നു. ഇപ്പം അൽഹംദുലില്ലാ നമുക്ക് 20 സ്ഥാപനങ്ങളായി. 8 സ്കൂളുകളുണ്ട്. 3500 വിദ്യാർത്ഥികൾ അവിടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്തബ സിസ്റ്റം, അവിടെ 1000-ഓളം മക്തബുകളിൽ 30,000 വിദ്യാർത്ഥികൾ. അപ്പോൾ 33,000 വിദ്യാർത്ഥികൾ ഇപ്പം ത്വയ്ബയുടെ തണലായി ഡയറക്റ്റ് പഠിക്കുന്നുണ്ട്, ഡയറക്റ്റ്. അപ്പോൾ ഈ ഒരു സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള നമ്മൾ കുട്ടികളാണ്. ഇന്നിപ്പോ പല സ്ഥലങ്ങളിലും സ്റ്റാഫായിട്ടും അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ കുട്ടികൾ 12 കുട്ടികളായിരുന്നാലും പോലും നമുക്ക് അതിൽ നിന്നുള്ള ഒരു അവസാനം ഒരു 5 വിദ്യാർത്ഥികളെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു സിസ്റ്റത്തിലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ, പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അപ്പം അതിൽ ആ 5 വിദ്യാർത്ഥികളും ഇന്ന് നമ്മുടെ ഓഫ് ക്യാമ്പസുകളിൽ വ്യത്യസ്ത തസ്തികകളിൽ ജോലി ചെയ്യുന്നുണ്ട്.
ഈ 5 വിദ്യാർത്ഥികളും ഓരോ കഥ വളരെ രസകരമായിട്ട് പലപ്പോഴും അതെ. പറയാറുണ്ട്. അപ്പൊ അതിൽപ്പെട്ട 2 വിദ്യാർത്ഥികളുടെ ഉപ്പയും ഉമ്മയാണ് ചോദിച്ചത്, ഈ കുട്ടികളെ നിങ്ങളെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചാൽ പൈസ കിട്ടുമോ എന്നുള്ളത്. ഉം, ഏഹ് ഉം, ഉം. അപ്പോൾ അത് ഇപ്പോൾ അവരോടത് പറയുമ്പോൾ അവർക്ക് ഒരു തമാശ, അല്ലെങ്കിൽ ഒരു ഒരു പറയും ഞങ്ങളെ വിവരക്കേട് കൊണ്ട് ചോദിച്ചു പോയതാണ് ആ, ആ, ആ. എന്ന് അവരിപ്പം ചിരിച്ചുകൊണ്ട് പറയും. നമ്മളിപ്പോ അവർക്ക് ഉം. പലതും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉം. നമുക്ക് അത് സങ്കടകരമായ അല്ലെങ്കിൽ ഉം. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതായി പോകുന്ന പല അവസരം ഉണ്ടായിട്ടുണ്ടോ? പൊതുവെ നമുക്ക് ഇവിടുത്തെ വേറൊരു പോസിറ്റീവ് ഇതെന്നുള്ളത്, ഇവര് നമ്മളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആ, പുറത്തുനിന്ന് വന്ന ആളുകൾ ആ. ഇവിടെ ഒരു പുതിയ വിദ്യാഭ്യാസ രീതിയൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടുത്തെ പാവങ്ങളായ ആളുകൾ ഉം, അവരതിനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തു. ആ, കാരണം നമ്മൾ 2014 2014 തുടക്കത്തിൽ നമ്മൾ ഇവിടെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ മദ്രസ സംവിധാനം ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഉം, ഉം, അപ്പോൾ ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥാപനം, ഉം, ഉം. അതിൻ്റെ അവിടെ അന്ന് ഡോക്ടർ കാസിം എന്ന് പറഞ്ഞ നമ്മളെ ഒരു വെൽവിഷർ, അപ്പോൾ മൂപ്പര് എന്താണ് ഒരു 3 ക്ലാസ് റൂമുള്ള ഒരു ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഒരു സ്ഥാപനം തുടങ്ങാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ ഒരു മദ്രസ, ഉം, നാട്ടുകാരായ കുട്ടികൾക്ക് രാവിലെ വന്ന് നമ്മുടെ നാട്ടിലത്തെ ഒരു മദ്രസ സിസ്റ്റം ഉം. തുടങ്ങുക എന്നുള്ള ഇതിൽ ആണ് നമ്മളത് ആരംഭിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അവിടേക്ക് വന്നത് 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഉം, ഉം, ഉം. ഉമ്മമാർ, ഉമ്മാമ്മമാർ, അഥവാ നമ്മളിങ്ങോട്ട് അങ്ങനെ വരുമ്പോ 3 തലമുറയിൽപ്പെട്ട ആളുകൾ ഒരേ സമയം അലിഫും ബാവും പഠിക്കാൻ വേണ്ടി വന്നു. അഥവാ ഇവർക്ക് അവസരം ഇല്ലാതായതുകൊണ്ട് പഠിക്കാതിരുന്നത് അതെ, ഭയങ്കര താല്പര്യത്തോടു കൂടെ വന്ന അവസരം ആളുകളാണ്. ഇല്ലാതായത്. കാരണം ഇവർക്ക് ഒരു മതപരമായ ഒരു അറിവ് കിട്ടുന്നത് കൊല്ലത്തിൽ ഒരു ദിവസമാണ്. കൊല്ലത്തിൽ ഒരു ദിവസം ഇവിടെ നടക്കുന്ന പാതിര വയലുകൾ, ഉം, ഉം. അപ്പം ആ സമയത്ത് കിട്ടുന്ന ഒരറിവ് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ തന്നെ പല രൂപത്തിലുള്ള വയലുകളായിരിക്കും. ചിലത് കുറേ പാട്ടായിരിക്കും, ചില കുറേ പ്രസംഗിക്കും. അപ്പം അതല്ലാതെ ഇവർക്ക് കൃത്യമായിട്ട് പഠിക്കാൻ മാധ്യമങ്ങളൊന്നുമില്ല. പിന്നെ മദ്രസ എന്ന് പറയുന്നത് ഈ കോളേജുകൾ, അവിടെ പോയി കുറച്ച് കുട്ടികൾ പഠിക്കും. ബാക്കിയുള്ള കുട്ടികൾ ഇങ്ങനെ ഗ്രാമത്തിൽ അങ്ങനെ അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല, ആ, നോമ്പെന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പം വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വരും. പള്ളിയിൽ വന്നാൽ തന്നെ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ആ പള്ളിയിൽ വന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ബാക്കി അടുത്തുള്ള ആൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ചെയ്ത് അവിടെ ഒരു 10 മിനിറ്റ് ഒരു സർക്കസ് ആ. കാണിച്ച് തിരിച്ചു പോവുക. അത് ഇതേമാതിരി മാത്രമേ ഉള്ളൂ അവരുടെ. മുമ്പ് ആ. നമ്മൾ ആരോ വന്ന് ഇമാമ് നിന്ന സമയത്ത് ഉം, ജുമ 2 റക്അത്തുള്ളല്ലോ. ഉം, നമ്മൾ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി വെച്ച് ഉം. ഇവർ 4 റക്അത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് വീണ്ടും നിസ്കരിച്ചൊരു കഥ പറയണ്ടായി. ആ, അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഒരു ഇസ്ലാമികമായിട്ടുള്ള അവരുടെ ഒരു നോളജ് അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ പിന്നെ അവിടുന്ന് മാറാന് എത്ര ഏകദേശം, അതായത് നമ്മൾ ഈ ഒരു ബേസ് ലെവലിലേക്ക് എത്താൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? നമുക്ക് 2012 ഒരു 5 വർഷം, ആദ്യത്തെ 5 വർഷം നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയത്. ഉം, ഇപ്പം പല തരത്തിലുള്ള ചലഞ്ചസ് നമുക്ക് ആ സമയത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉം, ഉം, ഒരു നിമിഷം സ്ഥാപനം നമ്മൾ പൂട്ടി പോവേണ്ടി വരുമോ ഉം. എന്ന് വരെ നമ്മൾ പേടിച്ചിട്ടുണ്ട്. പേടിച്ചോ, അങ്ങനെ നമ്മൾ നിർത്തിപ്പോയാലോ എന്ന് വരെ നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത്. ആലോചിക്കേണ്ടി വന്നു.